ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചക്കക്കുരു തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഞാനിവിടെ കുറച്ച് ചക്കക്കുരു, ചുവന്നുള്ളി, 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. തോരൻ വെക്കുന്നതിനായിട്ട് അധികം മൂക്കാത്ത ചക്കയുടെ കുരുവാണ് എടുക്കേണ്ടത്. കുരു തൊലി കളഞ്ഞ് വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞ് കഴുകി എടുക്കുക. ചക്കക്കുരു ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടുന്ന ചേരുവകൾ ചേർക്കാം. 1 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് രുചി കൂടുതൽ കിട്ടുന്നത്. സവോള ചേർക്കുന്നേക്കാൾ നല്ലത് ചെറിയ ഉള്ളിയാണ്. 4 പച്ചമുളക് അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞത്, 1 കപ്പ് തേങ്ങ ചിരകിയത്, പാകത്തിന് ഉപ്പ്. ഇത്രയും ചേരുവകൾ ചേർത്ത് കൈകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 5 മിനിറ്റ് മൂടി വയ്ക്കണം. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. മൺചട്ടിയിൽ വെക്കുന്നതാണ് രുചി കൂടുതൽ കിട്ടുന്നത്. ഒരു ടീസ്പൂൺ കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇടാം. നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇത് വേകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ചക്കക്കുരു തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കൂട്ടാൻ വളരെ രുചിയുള്ളൊരു തോരനാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.